ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാധാനവും സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ നല്ല ദിനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തേതൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അതായത് മധുരസേവ എന്ന് പറയുന്നൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഈ പാക്കറ്റിൽ വരുന്ന ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൻ പുറത്തെ ചെറിയ ചായക്കടകളില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ കണ്ണാടിയെല്ലാം മാറി ഇങ്ങനെ ഇരിക്കില്ലേ, ആ ഒരു ടൈപ്പ് മധുരസേവയാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ മധുരസേവ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കണം. മധുരസേവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ 240 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി നല്ല വറുത്ത അരിപ്പൊടി എടുക്കണം. നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടിയോ അതല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അതെടുക്കണം. പുട്ടുപൊടി എടുക്കരുത് കേട്ടോ. ഇതിലേക്ക് കടലമാവ് ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ചേർക്കുന്നത്. 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഒരുപാട് അങ്ങ് കൂടിപ്പോകരുത് കേട്ടോ, കടലമാവ് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അതായത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കില്ലേ, ഇടിയപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ നല്ല തിളച്ച വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് നല്ല മാവ് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ വിട്ടുപോകത്തൊന്നുമില്ല. നല്ല രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കാൻ പറഞ്ഞത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ എത്ര വെള്ളമാണെന്ന് പറയുന്നില്ല, കാരണം ഓരോരുത്തരും എടുക്കുന്ന മാവ് എത്രത്തോളം മൂത്തതാണോ അതിനനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത്. കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിരിപ്പൊടി കുഴയ്ക്കാൻ കൂടുതൽ വെള്ളം വേണ്ടി വരും. പക്ഷേ വീട്ടിൽ പൊടിച്ചിട്ട് വറുത്തെടുക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ കുറച്ച് മതിയാകും. അതായത് എത്രത്തോളം അത് മാവ് നല്ല റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ അളവ് ഇപ്പം ഞാൻ പറയുന്നില്ല എന്ന്. ഈ ഒരു അച്ച് വേണം എടുക്കാൻ കേട്ടോ. ഇടിയപ്പത്തിൻ്റെതല്ല, അതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഹോൾസുള്ള ആ അച്ച് വേണം എടുക്കാൻ. ഇതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മാവൊന്നും ഈ സെവനാഴിയുടെ സൈഡിലൊന്നും പറ്റി പിടിക്കത്തില്ല, മാവ് ഒട്ടും വേസ്റ്റ് ആയി പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി എണ്ണ അങ്ങ് പുരട്ടി കൊടുക്കാൻ പറഞ്ഞതേ. എണ്ണ പുരട്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് മാവ് നിറച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പാകം, വേറൊന്നുമില്ല. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കില്ലേ, അതേ കൺസിസ്റ്റൻസി, അതേ അളവിൽ ആ ഒരു പാകത്തിനാണ് വേണം മാവ് കുഴച്ചെടുക്കുക. നിറച്ചങ്ങ് വയ്ക്കാം. ഇതിനകത്തേക്ക് ഉരുളകളാക്കിയിട്ട് നമുക്കതുപോലെ നിറച്ചങ്ങ് വയ്ക്കാം. ഇത് അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഓയിൽ ചൂടാക്കി എടുക്കണം. ഇത് ഫ്രൈ ചെയ്ത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് ഓയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെന്ന് വെച്ചാൽ എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എണ്ണയിലേക്ക് ഈ മാവ് ഇടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായി എന്ന് വയ്ക്കാം. അതങ്ങ് എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ അതിങ്ങനെ കിടന്നിട്ട് അവിടെ കിടന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്കങ്ങ് ഒഴിച്ചെടുക്കാം, ചുറ്റിച്ചെടുക്കാം. ഈസി ആയിട്ട് വീഴും കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ഹോൾസ് കുറച്ച് വലുതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വീഴും. ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് വരില്ല. കുറേ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഒരുപാട് കിടക്കുമ്പോഴുണ്ടല്ലോ ഇടയ്ക്കൊന്നും നന്നായിട്ട് ആയി കിട്ടില്ല. അപ്പോൾ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ടായിട്ട് നമുക്ക് അടുത്ത ബാച്ചായിട്ട് ഇത് ബാക്കിയും കൂടെ പൊരിച്ചെടുക്കാം. ഇത് ഇട്ട ഉടനെ തന്നെ തിരിച്ചിടണ്ട, ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആയിട്ടുണ്ടാവും, ഇതൊന്നും ഇങ്ങനെ വിട്ടു പോകത്തുമില്ല.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. അരിപ്പൊടിയും ഇച്ചിരി കടലമാവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാരണയായിട്ടിത് നമ്മൾ പാക്കറ്റിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പുറത്ത് കടകളിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുമ്പോൾ ഇത് കടലമാവിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള മധുരസേവയാണ് നമുക്ക് കിട്ടാറില്ലേ. അതിങ്ങനെ ചതഞ്ഞ പോലെ ഇരിക്കും, നല്ല മുരിഞ്ഞിട്ട് ഇരിക്കില്ല. അതേ സമയം നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങില്ലേ, ഹോട്ടലുകളിൽ നിന്ന് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കുറച്ച് കടിക്കാൻ കുറച്ച് കട്ടി ഉണ്ടാവും, ആ ഒരു ടൈപ്പാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഒത്തിരി കടുപ്പുണ്ടാവില്ല ഈ കടലമാവും കൂടെ ചേർത്തേക്കുന്നത് കൊണ്ട്. രണ്ട് സൈഡും കണ്ടോ ഇതുപോലെ ആയി വരണം, ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം. കണ്ടോ നന്നായിട്ട് ആയി വരുന്നുണ്ട്. ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകണ്ട എന്ന് വെച്ചിട്ട് മൊരിയാതിരിക്കുകയും ചെയ്യരുത്. ഒരു ചെറിയ കറക്റ്റ് ഈ ഒരു പാകം, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. കണ്ടോ കളർ കണ്ടോ, ആ ഒരു പാകമാകുമ്പോഴേക്കും നമുക്കിതിങ്ങ് പതിയെ എടുത്ത് മാറ്റാം. തണുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്കങ്ങ് പൊടിച്ചിട്ടെടുക്കാം. അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ നമുക്കങ്ങ് ഒഴിച്ച് അങ്ങ് ചുറ്റിച്ചെടുക്കാം. പിഴിഞ്ഞ് അങ്ങ് പതിയെ ഒന്ന് ചുറ്റിച്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ ഇതുപോലെ അങ്ങ് മുറിച്ചിട്ടെടുക്കാം. അവിടെ കിടന്ന് ഇതും കൂടെ ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ എല്ലാവരും ഹെൽത്തിയായി ഹാപ്പിയായി ഇരിക്കുക. വെറുതെ നാളെ എന്ത് എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും നമ്മൾ പ്രവാസികളുടെ ഇടയിൽ നാളെ എന്താണ് എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ ഓർക്കുമ്പോഴാണ് ടെൻഷൻ, അസുഖങ്ങൾ ഓരോന്നൊക്കെ വരുന്നത്. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം തന്നെയാണ്. ലോകം ആകപ്പാടെ മൊത്തത്തിലുള്ള എല്ലാവർക്കും ഉള്ള, ഒരു വിധത്തിലല്ലെങ്കിലും മറ്റൊരു വിധത്തിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. അത് എന്തെന്ന് വെച്ചാൽ എന്ത് വന്നാലും നമ്മളതിനെ ഫേസ് ചെയ്യും, അതിനെ ഓവർകം ചെയ്യും എന്നൊരു മനസ്സോടുകൂടി മുമ്പോട്ട് പോവുക. നമ്മളങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കളും അതിനെ അങ്ങനെ തന്നെ വളരും. അപ്പോൾ അവർക്കും നാളെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നമ്മളിൽ നിന്ന് വേണം കിട്ടാൻ. വെറുതെ ഓരോന്ന് ഓർത്തിട്ട് എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ഓർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കാം, എങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് പോവുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന അത്രയും ഇരിക്കുക എല്ലാവരും. എല്ലാം ശരിയാകും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ മധുരസേവ അടുത്ത ബാച്ചും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് ശ്രദ്ധിക്കണം, 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കണ്ടോ 2 സ്പൂൺ വെള്ളം. ഒരു സോസ് പാൻ അടുപ്പ് വെച്ചു, ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ചു. ഇനി ആ സ്പൂൺ വച്ചിട്ട് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. കണ്ടോ ഇതാണ് അതിൻ്റെ അളവ് കേട്ടോ, സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇനി ഈ മധുരസേവയിലേക്ക് ഒഴിക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ട് അതിൻ്റെ ഈ പഞ്ചസാര ഇങ്ങനെ ക്രിസ്റ്റൽസ് രൂപത്തിൽ, അതായത് വീണ്ടും ഇത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചൊരു വൈറ്റ് കളറിൽ വെള്ള കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു പാകമായി വരണം. അപ്പോൾ ഇതാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വരണം കേട്ടോ. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോഴേക്കും അതായത് ഇതുണ്ടാക്കി മധുരസേവ ഉണ്ടാക്കി നമ്മൾ അത് വച്ചതിന് ശേഷം വേണം സിറപ്പ് തയ്യാറാക്കാൻ കേട്ടോ. അല്ലെ അത് തണുത്തതിന് ശേഷമേ ഇത് ഒഴിക്കാൻ പാടുള്ളൂ. ആ സമയം ഷുഗർ സിറപ്പ് തണുത്ത് പോകാനും പാടില്ല. ഇതുപോലെ വരണം കണ്ടോ. നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഈ ഒരു നൂൽപ്പരുവം കണ്ടോ. ഇത് നമുക്ക് ഇതൊന്ന് പൊടിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് ഒഴിക്കാം. എല്ലാം കൈ കൊണ്ട് നമുക്കിങ്ങനെ ഒഴിച്ചിട്ടെടുക്കാം. കണ്ടോ നല്ല കറുമുറാന്നിരിക്കുകയും ചെയ്യും, എന്നാൽ നല്ല സോഫ്റ്റുമാണ്, അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ്. ഇത് തന്നെയാണ് പാകം. ഇത് കുതിർന്ന് പോകത്തൊന്നുമില്ല കേട്ടോ, വലിഞ്ഞു പോകത്തൊന്നുമില്ല. ഈ ഒരു പാകത്തിന് തന്നെ റെഡിയാക്കിയിട്ട് എല്ലാം നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. കൈ കൊണ്ട് പൊടിച്ചിട്ടെടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന്, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്, സ്നാക്കാണ് കേട്ടോ. ഈവനിങ് സ്നാക്കാണ്. ഇതുപോലെ ആക്കിയിട്ട് എല്ലാം നീക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ സിറപ്പും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ഒഴിക്കാം. ഇങ്ങനൊരു കണ്ണ് പാത്രം വെച്ചിട്ട് ഒഴിക്കുമ്പോഴേക്കുണ്ടല്ലോ എല്ലാ സൈഡിലും ഒരുപോലെ വീഴും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ. ഇതുപോലെ അങ്ങ് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നല്ല അടിപൊളി മധുരസേവ റെഡി ആയിട്ടുണ്ട്.
നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്